കണ്ണൂർ സെൻട്രൽ ജയിലിൽ മൊബൈൽ ഫോൺ കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. നമുക്കിത് പുതുമയൊന്നും അല്ല. കാരണം അതിൻ്റെ അകത്ത് എന്തും ചോദിച്ചാൽ കിട്ടുന്ന തരത്തിലേക്ക്, എന്താ വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു തിയേറ്ററിൽ നമ്മൾ പോയാൽ എന്തൊക്കെ ആസ്വദിക്കാം ആ കാര്യങ്ങളെല്ലാം അവിടെയും ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളതാണ് പുറമേ വരുന്ന വിവരങ്ങൾ. അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്ന ഗോവിന്ദചാമിയൊക്കെ ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത്ര സൗകര്യങ്ങളാണ്, പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇപ്പൊ എന്താ പുതിയ വാർത്ത? അതായത് ഇപ്പൊ CPM-ന്റെ ഈ കുറ്റം ചെയ്തവർ അല്ലെങ്കിൽ അത് നിയോഗിക്കപ്പെടുന്നവർക്ക് ഏറ്റവും എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഈ മൊബൈൽ ഫോൺ കണ്ടെത്തി, അല്ലെങ്കിൽ അവിടെ മറ്റേ വൈഫൈ സംവിധാനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അതിനുള്ള സാധ്യതകളാണ്. പിന്നെ അവിടെ മറ്റേ ഈ ഷെറിനെ പോലെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ യഥേഷ്ടം രാവിലെ പോയി വൈകിട്ടൊക്കെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പം ഇതൊരു വലിയ പുതുമയല്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ മൊബൈൽ ഫോൺ കണ്ടെത്തി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഇന്ന് ഇത്ര കഞ്ചാവ് പിടിച്ചു അല്ലെങ്കിൽ എന്ന് പറയുന്ന പോലെ ഒരു സാധാ വാർത്തയായി തള്ളാവുന്നതാണ്. അപ്പം ഫോൺ കണ്ടെത്തിയത് ഭിത്തിയിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെടുത്തത്. സർക്കാർ ചുമതലപ്പെടുത്തിയ സമിതി രാത്രിയിൽ നടത്തിയ പരിശോധനയിൽ 2 ആഴ്ച മുമ്പ് ഫോണുകൾ കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കൊടിസുനിയും ടീമുകളും എല്ലാം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും മൊബൈൽ ഫോൺ കണ്ടെത്തി ഈ ഡിവിഷനിലെ 12-ാം നമ്പർ സെല്ലിൻ്റെ ഭിത്തിയിൽ ഒളിപ്പിച്ച നിലയിലാണ് ഫോൺ ലഭിച്ചത്. കഴിഞ്ഞ രാത്രിയിലുണ്ടായ പരിശോധനയിലാണ് ജോയിന്റ് സൂപ്രണ്ടുമാരുടെ നേതൃത്വത്തിൽ ഫോൺ പിടികൂടിയത്. 5 ദിവസം മുമ്പ് അന്വേഷണ സമിതി ജയിലിലെ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. കൊടും കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ സർക്കാർ ചുമതലപ്പെടുത്തിയ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് വീണ്ടും ഫോൺ കണ്ടെത്തിയത്. 2 ആഴ്ചയ്ക്കകം ഇതാദ്യമായല്ല മൊബൈൽ പിടികൂടുന്നത്. നേരത്തെ 3 ഫോണുകളും ചാർജറുകളും ഇയർഫോണുകളും വിവിധ ബ്ലോക്കുകളിൽ നിന്നും കല്ലിനടിയിലും കുളിമുറികളിലും ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഗോവിന്ദചാമി ജയിലിൽ മൊബൈൽ ഉപയോഗം വ്യാപകമാണെന്ന് പോലീസിനോട് മൊഴി നൽകിയിരുന്നു. തുടർന്നാണ് പരിശോധനകൾ ശക്തമാക്കിയത്. ഒരു കള്ളം പറയുന്ന മറ്റു കുറെ അതെ, ജയിലിലെ സുരക്ഷയും നിയന്ത്രണവും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സമഗ്ര പരിഷ്കരണമാണ് വേണ്ടതെന്നാണ് സമിതി അധ്യക്ഷൻ പറയുന്നത്. അപ്പൊ സൂപ്രണ്ടിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൗൺ പോലീസൊക്കെ കേസൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ ജയിലിൽ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കൃത്യവിലോപം തന്നെയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ യഥാർത്ഥ പ്രതികളല്ല, മറ്റൊരു നേതാവിന് വേണ്ടിയോ ഒക്കെ ചാവേറാകുന്ന ആളുകളാണ്. ഇവർക്ക് ലക്ഷങ്ങൾ അവരുടെ കുടുംബത്തിന് കൊടുത്തിട്ടാണ് ഇത്തരത്തിൽ ശിക്ഷയ്ക്കായി പോകുന്നത്. എന്നാലും നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ ഒരുപാട് മാറേണ്ടതുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ കൊലപാതകം നടന്നാലും ഒക്കെ ഇത്തരത്തിൽ ചാവേറുകളെ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഫോൺ സൗകര്യമടക്കം അതിനുള്ളിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഗോവിന്ദചാമിയുടെ കേസൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കൈയില്ലാത്ത ഒരാളാണ്. അയാളാണ് ഇത്തരത്തിൽ ഇത്രയും വലിയ മതിലൊക്കെ ചാടിക്കടന്ന്, അതുമാത്രമല്ല അവിടെ നിന്ന് ഹാക്സോ ബ്ലേഡ് ലഭിക്കുന്നു. അതോടൊപ്പം വലിയ തുണിക്കെട്ടുകളൊക്കെ സാധാരണ ഗതിയിൽ ഇവർക്ക് ഇത്തരത്തിലുള്ള തുണികളൊന്നും കൊടുക്കില്ല, കാരണം തൂങ്ങി മരിക്കുമെന്നൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇത്രയും വലിയ തുണികൾ കിട്ടുന്നു, അത് പൊക്കി അങ്ങോട്ടേക്ക് ഇട്ട് അതിനകത്തൂടെ ചാടിക്കയറുന്നു, ഒരു കൈയുള്ള ആൾ ചാടിക്കയറുന്നു, എന്നിട്ട് സുഖമായിട്ട് ഇറങ്ങി പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എത്രമാത്രം സുരക്ഷാ വീഴ്ചയാണെന്നുള്ളതാണ്. അതുമാത്രമല്ല CCTV ദൃശ്യങ്ങളടക്കമുള്ള സ്ഥലമാണ്. അതോടൊപ്പം ഇയാൾ ആവശ്യപ്പെടുന്നു എനിക്ക് ഇന്ന ഭക്ഷണം മാത്രം മതി, പിന്നെ താടി വളർത്തുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് ഇത് വന്നിട്ട് പോലും ഇവർക്കാർക്കും സംശയം തോന്നുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ജയിലുകളിലെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇതിനകത്ത് സംഭവിക്കുന്ന പലപ്പോഴും ഉത്തരവാദിത്തമില്ലായ്മയും അതോടൊപ്പം തന്നെ ജയിലിൽ ചാടുന്നവരുടെ എണ്ണം കൂടി വരുന്നു. ഗോവിന്ദചാമി പോലെ ഒരാൾക്ക് ജയിലിൽ ചാടാണെങ്കിൽ, പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾക്ക് ജയിലിൽ ചാടാൻ വളരെ സിമ്പിളായിരിക്കും. പിന്നെ പിടിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്ന അയാളുടെ ഒരു പിടിപ്പുകേട് കൊണ്ട് പറ്റിപ്പോയതാണ്. കാരണം അയാൾ അന്നേരം തന്നെ ഇറങ്ങിയിരുന്നെങ്കിൽ രാവിലെയാണ് 2 മണിക്കോ മറ്റോ ചാടിയിട്ട് രാവിലെ 6 മണിക്കും കണ്ടാണ് വിവരം അറിയുന്നത്. 8 മണിക്കൂറോളം അയാളെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അയാൾ ഈ കിണറ്റിൽ ഇറങ്ങിയിരുന്നതിലാണ് പ്രശ്നം പറ്റിയത്. റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോ വഴി മാറി, അങ്ങനെ പറ്റിയതാ. നേരെ ഇയാൾ റെയിൽവേ സ്റ്റേഷൻ വഴി ട്രെയിനിൽ കടന്നെങ്കിൽ ഇവിടെ അറിയുമ്പോഴത്തെ ആള് തമിഴ്നാട്, കർണാടക, തമിഴ്നാട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. കർണാടകയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ അങ്ങ് വെച്ച് പിടിക്കാനോ ഒന്നും പിന്നെ സാധ്യമല്ല. ഇയാളുടെ ഒരു പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് അയാൾക്ക് പിടി വീണത്, അല്ലെങ്കിൽ ഇപ്പോൾ അത് ആകെ തണക്കേടായത്. ഏതായാലും ഇത്തരത്തിൽ ജയിലുകളിലെ സുരക്ഷ ഉറപ്പാക്കണം എന്ന് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ചുമരിൽ ഒളിപ്പിച്ച നിലയിലൊക്കെ ഇത് ഫോൺ കിട്ടുന്നു. ഇതിനു മുമ്പ് സിമ്മാണ് കിട്ടിയത്. എപ്പോഴും ഈ കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പുറത്തുനിന്ന് കൊണ്ടുവരുന്നു എന്നൊക്കെയുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. പിന്നെ ഈ ജയിൽ പുള്ളികൾ തന്നെ ഇടയ്ക്ക് ചില
പരിപാടികളിൽ വിവാഹാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഫോട്ടോസ് ഒക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ചില പാർട്ടി അനുഭാവികളായവർ ജയിലിൽ, പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് CPM-ന്റെ ഒരു കോട്ടയെന്നാണ് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് CPM വരെ പ്രതികൾക്ക് യഥേഷ്ടം എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഫോണുകളുടെ ഒക്കെ ഉപയോഗം അങ്ങനെയാണല്ലോ. ഈ ഇയർഫോണ് ഉണ്ടാവുക, ഫോണ്, ചാർജർ, ഇതൊക്കെ പുറത്തുനിന്ന് ആരും കൊണ്ടുകൊടുക്കാതെ ഇവർക്ക് കിട്ടാൻ വഴിയില്ലല്ലോ. അപ്പൊ പുറത്തുനിന്ന് വരുന്നവരെ പരിശോധിക്കുക എന്നുള്ളത് ഈ ജയിൽ ചട്ടങ്ങളിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതുപോലെ നോക്കാതെ വരുന്നവരെ യഥേഷ്ടം കാണാനുള്ള, ഈ ഷെറിനൊക്കെ പുറത്തു പോയിട്ട് രാവിലെ പോയാൽ വൈകിട്ടാണ് വരുന്നത്. ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും ജയിലിലൊക്കെ ഉണ്ടോ? അതാണ് ഇത്തരത്തില് ഈ ഷെറിനെ പോലെയുള്ളവർക്ക് വലിയ മുന്തിയനം കാറുകൾ പുറത്തു വരുന്നു, അതിനകത്ത് കറങ്ങുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, വസ്ത്രം നല്ല വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചകത്തേക്ക് വരുന്നു എന്നൊക്കെയുള്ള ഇതാണ് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ജയിലിലാണെങ്കിൽ പോലും അവർക്ക് സുഭിക്ഷമായി ഫോൺ എന്തിനാണ് ജയിലിൽ? ശരിക്കും പറഞ്ഞാൽ ഫോണിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ വിളിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ലാൻഡ് ഫോൺ വഴിയൊക്കെ വിളിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഫോണെന്ന് പറയുന്നത് മറ്റ് അവരുടെ ദുരുദ്ദേശം തന്നെയാണ് ഇതുവഴി പുറത്തു വരുന്നത്. കാരണം ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെടുന്നതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഫോൺ വരുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള ദുരൂഹത അന്വേഷിക്കണം. ഈ ഫോൺ കണ്ടെടുത്താൽ മാത്രം പോരാ, ഇതിനകത്തുള്ള സിം കണ്ടെത്തി അതിനകത്ത് ആരെയൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇനിയും ഇത്തരത്തിലുള്ള ജയിൽ ചാട്ടങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ക്രിമിനൽ നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആഭ്യന്തര വകുപ്പൊക്കെയാണ് ഇതിന് കൂട്ടു നിൽക്കുന്നതെങ്കിൽ ഇതൊന്നും പുറത്തു വരില്ലല്ലോ. കാരണം ഈ ഫോൺ പരിശോധിക്കുന്ന സൈബർ സെല്ല് പരിശോധിക്കണമെങ്കിൽ ഇതെല്ലാം പോലീസിൻ്റെ കയ്യിൽ നിന്ന് വേണമല്ലോ ഇതെല്ലാം കിട്ടേണ്ടത്. അപ്പോൾ അത് സർക്കാരിനെതിരെയോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അവരാരും പുറത്തു വിടത്തില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് വലിയ പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ ഇതിൽ എന്താണ് ഇനിയിപ്പോൾ, അല്ലെങ്കിൽ ഭരണം മാറി UDF സർക്കാരൊക്കെ അധികാരത്തിൽ വന്നാൽ മാത്രമേ ഇവർ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫോൺ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതിൽ കൊടിസുനിയെ പോലെയുള്ളവർക്കൊക്കെ സുഭിക്ഷമായി മട്ടനും ചിക്കനും ഒപ്പം ഫോണും എല്ലാം ആസ്വദിക്കാനുള്ള സൗകര്യം ജയിലിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഗോവിന്ദചാമിമാരെല്ലാം ജയിലിൽ ചാടാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജയിലിൽ ചാടേണ്ടി വരുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.